ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തകർച്ചയ്ക്കും LDF സർക്കാരിൻ്റെ തിരിച്ചുവരവിനും വഴിയൊരുക്കിയത് ബാർക്കോഴ കേസാണ്. സോളാർ വിവാദവും ബാർക്കോഴ കേസും ഒന്നിച്ചു വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിന് ആക്കം കൂടിയത്. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെതിരെ അതേ ബാർക്കോഴ കേസ് ഉയർന്നിരിക്കുകയാണ്. കേസായി എന്ന് പറഞ്ഞാൽ ആരോപണം ഉയർന്ന സന്ദർഭത്തിൽ തന്നെ എക്സൈസ് മന്ത്രി MB രാജേഷ് സംസ്ഥാന DGPക്ക് ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം എല്ലാ മാസവും ഒന്നിനുള്ള ഡ്രൈ ഡേ എടുത്ത് കളയാൻ വേണ്ടി സംസ്ഥാനത്തെ ബാറുടമകൾ ഓരോ ബാറുടമയും 2.5 ലക്ഷം വീതം ശേഖരിച്ച് സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസിക്ക് കൈമാറി എന്നാണ് ആരോപണം. ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോനാണ്. അനിമോൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് സന്ദേശത്തിലൂടെയാണ് കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഈ ബാർക്കോഴ ആരോപണം സജീവമായിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ കുമാർ അത് നിഷേധിക്കുകയും ഈ വൈസ് പ്രസിഡന്റിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ അയച്ച ശബ്ദ സന്ദേശത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് സംസ്ഥാന നേതാവ് പറയുന്നത്. പക്ഷെ ഏറ്റവും വിചിത്രം, ഈ ഡ്രൈ ഡേ മാറ്റാൻ വേണ്ടി വലിയ തോതിൽ ബാറുടമകളിൽ നിന്ന് പണം പിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ എക്സൈസ് മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ ബാറുടമ സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റും പ്രതികരിച്ചു. പക്ഷേ ഈ മൂന്ന് പേരുടെയും പ്രതികരണത്തിൽ പരസ്പര വിരുദ്ധമായ സംഗതികളുണ്ട്. മന്ത്രി MB രാജേഷ് പറഞ്ഞത് മദ്യനയം മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നേയുള്ളൂ, തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം പാർട്ടിയോ ഇടതുമുന്നണിയോ സർക്കാരോ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ മന്ത്രി ആലോചിച്ചു, ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. അതേസമയം സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഈ വിഷയം ഇടതുമുന്നണിയുടെയോ സർക്കാരിൻ്റെയോ പരിഗണനയിലേ വന്നിട്ടില്ല എന്ന് പറയുന്നു. മറ്റൊരു വൈരുദ്ധ്യം സംസ്ഥാന പ്രസിഡന്റ് സുനിൽ കുമാർ പറഞ്ഞ കാര്യത്തിലാണ്. സംസ്ഥാന പ്രസിഡന്റ് സുനിൽ കുമാർ പറയുന്നത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ബാറുടമകളിൽ നിന്ന് ലോണായി 2.5 ലക്ഷം രൂപ വീതം ആവശ്യപ്പെട്ടു എന്നും അതിൽ ഏതാണ്ട് ഒരു 4.5 കോടിയോളം രൂപ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നും ആ തുക കളക്ട് ചെയ്തതിനെ കുറിച്ചാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നതെന്നും ആണ് പറയുന്നത്. 2 മാസം മുമ്പ് ഈ പണപ്പിരിവിനെ കുറിച്ച് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുകയും മുഖ്യമന്ത്രി ആ പരാതി സംസ്ഥാന വിജിലൻസിന് അന്വേഷണത്തിനായി വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണപ്പിരിവിനെ കുറിച്ചുള്ള പരാതിയെക്കുറിച്ച് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുകയാണെങ്കിൽ അത് അറിയാതെയാണോ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ DGPയോട് ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എക്സൈസ് മന്ത്രി MB രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ ആരോപണം പുറത്തു വന്ന ഉടൻ തന്നെ ഉള്ള സമ്മിശ്ര പ്രതികരണങ്ങളിൽ ഭരണത്തിൽ ഉള്ളവരും ആരോപണ വിധേയരായ ബാറുടമകളുടെ സംഘടനയും വ്യത്യസ്തങ്ങളായ പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത്.
അതേസമയം എക്സൈസ് മന്ത്രി രാജേഷ് രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഏറ്റവും വിചിത്രം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KPCC പ്രസിഡന്റായിരുന്ന VM സുധീരനും ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് ബാറുകൾ നിരോധിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനമെടുത്തത്. ആ തീരുമാനം മാറ്റുന്നതിന് വേണ്ടി KM മാണിക്ക് 10 കോടി രൂപ കോഴ കൊടുത്തു എന്നതായിരുന്നു അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തിൻ്റെ പേരിൽ കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ സീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്ന പരാമർശം ജസ്റ്റിസ് കമാൽ ബാഷ നടത്തി. അപ്പം ജസ്റ്റിസ് കമാൽ ബാഷ നടത്തിയ ആ ഒരു പരാമർശത്തിൻ്റെ വെളിച്ചത്തിലാണ് മന്ത്രി KM മാണി അന്ന് രാജിവെച്ചത്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം കോഴ വാങ്ങിയെന്നും ആ കോഴപ്പണം വീട്ടിൽ വെച്ച് നോട്ടെണ്ണുന്ന യന്ത്രത്തിലാണ് എണ്ണി തിട്ടപ്പെടുത്തിയതെന്നും ഒക്കെ ആയിരുന്നു ആരോപണം. അപ്പോൾ കോഴ മാണിയെന്നും വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രം സൂക്ഷിക്കുന്ന നേതാവെന്നും ഒക്കെ പറഞ്ഞ് കേരളം മുഴുവൻ വലിയ ഒച്ചപ്പാടുണ്ടാവുകയും 13ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം KM മാണിയെ തടയാനായി തലേ ദിവസം തന്നെ നിയമസഭയ്ക്ക് പുറത്തും അകത്തും പ്രതിപക്ഷ അംഗങ്ങൾ MLA-മാർ തമ്പടിക്കുകയും അവരെ മറികടന്ന് മാണിയും മുഖ്യമന്ത്രിയും എല്ലാം വളരെ കഷ്ടപ്പെട്ട് സഭയ്ക്കകത്ത് എത്തിയെങ്കിലും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി എല്ലാ നേതാക്കളും സ്പീക്കറുടെ ഡയസിലേക്ക് പോലും കയറി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്പീക്കറുടെ ചേംബറും മൈക്കും എല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ സംഭവം വലിയ വിവാദമായതാണ്. ആ കേസ് സുപ്രീം കോടതി വരെ പോയിട്ടും അതിൽ നിന്ന് രക്ഷ കിട്ടാതെ ഇപ്പോഴും ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണകക്ഷിയിൽപ്പെട്ടവർ തങ്ങളുടെ വനിതാ അംഗങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരു കേസ് അന്നത്തെ LDF കൊടുക്കുകയും ആ കേസും ഇപ്പോൾ അന്വേഷണത്തിലാണ്. ചുരുക്കത്തിൽ KM മാണിയുടെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കാനും വൈകാതെ അസുഖബാധിതനായി അദ്ദേഹത്തിൻ്റെ മരണത്തിന് പോലും ഇടയാക്കിയ ആരോപണമായിരുന്നു ബാർ കോഴ. അപ്പോൾ അന്ന് പൂട്ടിയ ബാറുകൾ പുനഃസ്ഥാപിക്കാനായി KM മാണി കോഴ വാങ്ങി എന്നായിരുന്നു ആരോപണമെങ്കിൽ ഇന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏർപ്പെടുത്തിയ ശമ്പള ദിനമായ 1-ന് ഉള്ള ഡ്രൈ ഡേ എടുത്തു കളയാനായി പുതിയ മദ്യനയം കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്താനായി ഇത്തരത്തിൽ ധനശേഖരണം ബാറുടമകളുടെ സംഘടന നടത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. ഫലപ്രദമായി ഈ ആരോപണത്തെ നിഷേധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിക്കോ വകുപ്പ് മന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു വാർത്തയുമില്ലാതിരിക്കുന്ന ഡ്രൈ ഡേ സജീവമാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ എഴുതുന്നതാണ്, മാധ്യമങ്ങൾ എന്തെഴുതിയാലും ഒരു പ്രശ്നവുമില്ലെന്നാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറി മാധ്യമങ്ങളോട് ഇത്തരമൊരു സമീപനം, ഒരു നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്.